അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആദ്യ ഭാര്യയെ പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിച്ചാണ് ഇയാൾ മാരേജ് ചെയ്തേക്കുന്നത്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്, ആദ്യ സമയത്ത് ഇയാൾക്ക് ഈ മതങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുന്ന കാരണം പള്ളിയിൽ പോയി നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ പറയും ഡിവോഴ്സ് ആയിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത് നമുക്ക് നിക്കാതെ നടത്താമെന്ന് പറയും. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെല്ലാം നമ്മൾ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ സാധനം ചെയ്തത്. രജിസ്റ്റർ മാരേജ് അവർ ചെയ്തിട്ടില്ലായിരിക്കാം മേ ബി, അതുകൊണ്ടായിരിക്കും എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തത്. ഈ സാധനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നു ഇയാൾ ആ വൈഫിന് പോലും ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിന് 200 പവനോളം അയാളുടെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആഡംബര ജീവിതത്തിന് വേണ്ടി അയാളെ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത് 19 പവൻ എടുത്തിട്ട് ഇയാൾ ആ സ്വർണ്ണം കൊണ്ടുവന്ന ഉടനെ തന്നെ അടുത്ത ദിവസം വിൽക്കുന്നു. തെളിവുകളും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിയും ഇതുപോലെ ഓർത്തഡോക്സ് ഒരു ഫാമിലി, ഒരു ഭയങ്കര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരും ഇവനെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇവൻ ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇവൻ എന്ത് പറയുന്നോ അവർക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല. അപ്പം മീഡിയയിൽ വന്ന് പറയുമ്പം മീഡിയയിൽ പറയുന്ന ആൾക്കാർ അതായത് വിശ്വസിക്കത്തുള്ള ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നത് അവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അവർ നമ്മൾ സംസാരിച്ചപ്പം ഏകദേശം ഞാൻ അനുഭവിച്ച അതേ പീഡനമാണ് അവരും അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞിനിപ്പം 17 വയസ്സായി. ആ കുഞ്ഞിനെ പോലും ഒരു തരി സ്വർണ്ണം, ഏതോ വീഡിയോയിൽ ഇട്ടെന്നുള്ളത് അറിയാം, ഏതോ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരു തരി സ്വർണ്ണം പോട്ടെ, ഒരു തരി മുട്ടായി മേടിച്ച് കൊടുക്കട്ടെ, അവൻ ഒരു ചെലവിന് പോലും കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് അപ്പം എൻ്റെ മാരേജ് ഇല്ലീഗലാണ് അന്നേരം ഇവൻ ചെയ്തു വെച്ചേക്കുന്നത് എന്നെ കഴിച്ചേക്കുന്ന ഇല്ലീഗൽ മാരേജാണ്. അപ്പോൾ ഇവൻ ഇത്രയും ദ്രോഹം ചെയ്ത പോലെ പിന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം ഒരു 5 സെൻറ്റ് സ്ഥലം വീടും എനിക്കുണ്ട്. ആ വസ്തു ഞാൻ അവൻ്റെ പേരിലോട്ട് എഴുതി കൊടുക്കണം. എഴുതി കൊടുത്താൽ അവൻ എനിക്ക് ഡിവോഴ്സ് തരാം.